ഹായ്, മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് ഒരു നാടൻ ചിക്കൻ കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റേലൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ വോയിസ് ഓവർ കൊടുത്തപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റായിട്ട് എല്ലാം അങ്ങോട്ട് കൃത്യം കിട്ടുന്നില്ല. അപ്പോൾ ഞാനിന്ന് അല്ലാതെ വോയിസ് ഓവർ കൊടുക്കാതെ വീഡിയോയിൽ തന്നെ അത് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നല്ല ഒരു നാടൻ ചിക്കൻ കറിയാണ്, നമ്മുടെ വീട്ടിൽ വളർത്തിയ പൂവൻകോഴിയ അതിൻ്റെ നല്ലൊരു സൂപ്പർ നാടൻ ചിക്കൻ കോഴിയുടെ വീഡിയോയാണ് ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നാടൻ കോഴി എന്ന് പറയുമ്പം നമ്മൾ മറ്റേ ചിക്കൻ വയ്ക്കുന്ന കണക്കല്ല, ഒത്തിരി നല്ല വേവൊക്കെ ഉണ്ട്. അപ്പോൾ മോൻ പോകുന്നതിൻ്റെ അന്ന് നാടൻ ചിക്കൻ കറി വെച്ചു. അപ്പോൾ ഒത്തിരി ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് ചിക്കൻ ഇട്ട് നല്ലൊരു ചിക്കൻ കറി വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതൊന്ന് വെക്കുന്നത് ഞാൻ ഒത്തിരി അന്ന് വെച്ചതിനേക്കാളും ഒത്തിരി വേറൊരു രീതിക്കാണ് ഞാനിന്ന് ചിക്കൻ കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ചിക്കൻ വറുത്തിട്ടാണ് ഞാൻ കൂട്ടാൻ വയ്ക്കാൻ പോകണം. അതാണ് ഞാൻ പറഞ്ഞത്, അന്ന് വെച്ച രീതിക്കുള്ള ചിക്കൻ കറിയല്ല, ഒരു ചെറിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ വയ്ക്കുന്ന രീതിക്കുള്ള നിന്ന് ഇന്ന് ഞാൻ വയ്ക്കുന്നത് ഒത്തിരി വ്യത്യസ്തമായ രീതിക്ക് വയ്ക്കുന്ന ഒന്ന്. നാടൻ ചിക്കനാണ്. ഈ നാടൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താലും മറ്റേ ചിക്കൻ എന്ന് പറയുമ്പം പടിനാട്ടിൽ നിന്ന് കടത്തിവിടുന്ന ചിക്കനാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു കഷ്ണം ചിക്കൻ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ എന്ത് ഗുണമുള്ള നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കോഴിയാണ്. അതും മറ്റതുമായിട്ട് രായും പകലും വ്യത്യാസമുള്ള ഒരിതാണ്. പക്ഷേ അതിൻ്റെ ഒരിത് എല്ലാവർക്കും അറിയത്തില്ലായിരിക്കും. ഞാനിത് കൂട്ടാൻ വെച്ചപ്പോഴത്തേക്ക് ഇത് ഭയങ്കര മറ്റേത് കൂടെ സോഫ്റ്റ് ഇല്ലേ, പക്ഷേ ഇതിൻ്റെ കട്ടിയാണെങ്കിലും ഇതിൻ്റെ ഗുണം പറയേണ്ട കാര്യമുണ്ടോ. നാടൻ ചിക്കൻ കറി എന്ന് പറയുമ്പം അതൊന്ന് വേറെയല്ലേ, അതാണ്. അപ്പോൾ അതൊന്ന് ശകലൊന്ന് ഇതാവട്ടെ, അങ്ങനെ ചിക്കൻ കറി വെച്ച് നമുക്കൊന്നൊന്ന് നോക്കാം. അപ്പം എൻ്റെ മക്കളൊക്കെ പോയി, അവരങ്ങ് എത്തി, ജോലിയിൽ പ്രവേശിച്ചു. ഇന്ന് കാലത്ത് തന്നെ വിളിച്ചു, ജോലിക്ക് അന്ന് തന്നെ കയറി സുഖമായിരിക്കുന്നു. എൻ്റെ ആദ്യമോനെ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ആദ്യമോനും സുഖമായിട്ടിരിക്കുന്നു. ഇനിയിപ്പം അടുത്ത മാസം കുഞ്ഞുങ്ങൾക്ക് സ്കൂളൊക്കെ തുറക്കും, സ്കൂളിൽ പോവേണ്ട സമയമൊക്കെ ആയി വരുന്നു. അപ്പം എനിക്കും ഇനിയിപ്പോൾ ജോലി വരുമ്പം ജോലിക്കൊക്കെ പോകണം. ഒത്തിരി ജോലിക്ക് പോയത് ഒത്തിരി ഇതായി ഞാൻ പോയിട്ട്. ഇനിയിപ്പം ഞാൻ ജോലിക്ക് കയറേണ്ടതാണ്. അപ്പം ദൂരെ ആയതുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഏത് നിമിഷവും ജോലിക്കും പോകണം, അങ്ങനെയുള്ളൊരിതിലേക്ക് നിൽക്കുകയാണ്. നമ്മൾ ജോലിക്കൊക്കെ ഇറങ്ങി പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കൈയും കാലും ഒക്കെ ഒന്ന് ഇതാവും. അപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് മാറ്റം വരും. എനിക്കിപ്പം ശരീരം ഒത്തിരി തൈറോയിഡിൻ്റെ ഇതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിച്ച് എനിക്ക് ജോലി ചെയ്യുന്നതിന് ദൈവത്തിൻ്റെ നേരുകൊണ്ട് ഏത് ജോലി ചെയ്യുന്നതിനും എനിക്കതിലൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഏത് ജോലിയും ചെയ്യും, എത്ര സമയം നിന്നാലും ഞാൻ ചെയ്യും. അതിൻ്റെ ഒരു ഇതാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ പോകുമ്പോഴത്തേക്ക് എല്ലാവരും വീട്ടിൽ കൂലിക്കാരെ കൊണ്ടൊക്കെ അച്ചാറുടെയും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും. ഇവിടെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്കതിനാരെയും ഒരാളിൻ്റെ ആവശ്യമില്ല. പിന്നെ ഏത് കാര്യമായാലും അങ്ങനെ തന്നെയാണ്.
പിന്നെ നമ്മൾ ആകെ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം തൂത്ത് തുടയ്ക്കാനായിട്ട് മുകളിലും എല്ലായിടവും ഉള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഒരു പെണ്ണ് വന്ന് അങ്ങനെ ചെയ്യും. അത് മൊത്തത്തിൽ ഒരുപാട് അത് ഉള്ളത് കൊണ്ട് മാത്രം. ബാക്കിയെല്ലാം ഇവിടെ മോളും കൂടിയുണ്ട്, ഞങ്ങൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു വീടാകുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യും. ഇന്നലെ മദേഴ്സ് ഡേ ആയിരുന്നു. കഴിഞ്ഞ മദേഴ്സ് ഡേയിൽ ഞാനൊരു വീഡിയോ ഇട്ടു. അതിൻ്റെ അങ്ങേ മദേഴ്സ് ഡേയിൽ ഞാനൊരു വീഡിയോ ഇട്ടു. അപ്പോൾ ഇന്നലത്തെ മദേഴ്സ് ഡേയിൽ എനിക്ക് വീഡിയോ ഇടാനായിട്ട് എൻ്റെ അമ്മയില്ല, അതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടില്ല. എന്നാലും ഞാൻ എൻ്റെ അമ്മയുടെ ഒരേ കാര്യങ്ങൾ ഇന്നലെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കാവിലെ ഉത്സവം കഴിഞ്ഞു, മോൻ പോയി. കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്തെല്ലാം അമ്മ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഉത്സവത്തിന് ഞാനില്ലായിരുന്നു. എനിക്ക് ഈ K4 കെയറിൻ്റെ 15 ദിവസത്തെ ട്രെയിനിങ്ങിന് തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ സഹോദരങ്ങളൊക്കെ വന്നു. ഇവിടെ അമ്മ എന്ത് സന്തോഷത്തിലായിരുന്നു എന്ന് എൻ്റെ മോള് പറഞ്ഞുള്ള അറിവെനിക്കുണ്ട്. ഈ പ്രാവശ്യം ഉത്സവത്തിന് അമ്മയില്ല. അമ്മ മരിച്ചിട്ട് ജൂലൈ 10-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഒരു വർഷം തികയുകയാണ്. ഒത്തിരി നാളെ ആയുള്ളൂ എന്ന് തോന്നുന്നു. ഒരു വർഷം കഴിഞ്ഞു പോകാൻ, ഒരു വർഷം എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോകുന്നത്. അത് ഓർക്കുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. എല്ലാം ഇന്നലെ ആയിരുന്നു എന്ന് തോന്നുന്നു. അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ എന്ന് പറയുന്ന അതേ ഇതല്ല അമ്മ എന്ന് പറയുമ്പോൾ. അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖമൊന്ന് വാടിയാലോ, നമ്മുടെ ചിലപ്പോൾ നമ്മളെ കൂടെ ഉടക്കുകയും വഴക്കൂടെ എല്ലാം ചെയ്യും. പക്ഷേ നമ്മുടെ എല്ലാ സങ്കടങ്ങളും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് അമ്മ. ചിലപ്പം നമ്മൾ ആരെങ്കിലും വഴക്ക് പറയുന്നതായാലും എന്ത് കേട്ടാലും ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തുകയും വഴക്ക് പറയുകയും സഹായിക്കുകയും എല്ലാം ചെയ്യും. പക്ഷേ ആ അമ്മയുടെ മനസ്സ് നിറച്ച് ഞങ്ങളുടെ അടുത്ത് സ്നേഹമായിരിക്കും. ആ ഒരാൾ നഷ്ടപ്പെട്ട് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു നമ്മുടെ നന്മമരം പോയല്ലോ, നമ്മുടെ നന്മയുടെ ആ ഒരു നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മാലാഖമാരുടെ എല്ലാവരെയും ഇതാക്കുന്ന മാലാഖമാരുടെ ദിനമാണെന്ന്. അവർക്കെല്ലാവർക്കും അതിൽ ഒത്തിരി ഒരു ചെറിയ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളും അമ്മമാരെ ശുശ്രൂഷിക്കാനാണ് ഞങ്ങളും പോകുന്നത്. അങ്ങനെ നോക്കുന്ന ഒരായിരമല്ല ലക്ഷം മാലാഖമാരുണ്ട്. അവർക്കെല്ലാം 1000 നന്ദി. സർവേശ്വരൻ അവർക്കെല്ലാം നല്ലത് വരുത്തട്ടെ. കാര്യം നമ്മൾ ആ ഫീൽഡിൽ ചെറിയ ഒരു വിഭാഗത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിയതെങ്കിലും നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ എന്തുമാത്രമാണെന്ന് നമുക്കും മനസ്സിലായി വരുന്നുണ്ട്. നമ്മളൊരു വർഷം കൊണ്ട് ഞങ്ങളും അതിൻ്റെ ഒരു ചെറിയ ഫീൽഡിൽ ഞങ്ങളും ഉണ്ട്. അപ്പം അത് എത്രത്തോളം ഇതായിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും നമ്മൾ അവരെ കെയർ ചെയ്യുന്നതെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാൻ കഴിയുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഒരു ഇത്. നമുക്ക് ഇപ്പം എൻ്റെ അമ്മ മരണപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് ഓരോ അമ്മമാരെയും നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ എനിക്ക് എൻ്റെ അമ്മയെപ്പോലെയാണ് ഞാൻ അവരെ കാണുന്നത്. ഒത്തിരി സ്നേഹം എനിക്ക് അമ്മമാരിൽ നിന്ന് കിട്ടുന്നുണ്ട്. എനിക്ക് ആ മനസ്സപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ അമ്മയിലേക്കാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇതുവരെ പോയ കെയറിനെല്ലാം എനിക്ക് നല്ല അഭിപ്രായമാണ് എല്ലായിടത്തു നിന്നും കിട്ടിയിട്ടുള്ളത്. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ഇതാക്കുന്നത്. അപ്പം നമ്മുടെ ചിക്കൻ ഏത് പരുവമായെന്ന് നമുക്ക് നോക്കാം.
ഇത് നല്ല വേവുള്ള ചിക്കനാണ്. ഇതിന് നല്ല വേവുണ്ട്. നാടൻ ചിക്കൻ, നാടൻ കോഴി ആകുമ്പോഴത്തേക്ക് അതിൻ്റേതായ വേവുണ്ട്. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഊറി വരുന്ന വെള്ളത്തിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. പക്ഷേ ഇത് പറ്റില്ല. ഇത് നല്ല വേവുള്ള ചിക്കനാണ്, നാടൻ ചിക്കനായതുകൊണ്ട്. കാശ്മീരി ചില്ലി പൗഡർ നല്ല കളർ, അത് ചേർക്കുമ്പോൾ നല്ല കളറ് കിട്ടും. എന്നാൽ എരിയില്ലേം താനും. പക്ഷേ അത് ഞാനങ്ങനെ വാങ്ങിച്ച് കൂടുതലായിട്ട് വയ്ക്കില്ലായിരുന്നു. പക്ഷെ നമ്മൾ മേടിച്ച് വയ്ക്കുന്ന മുളക് പൊടിക്ക് ഭയങ്കര എരിയാണ് കേട്ടോ. അതുകൊണ്ടിപ്പം കാശ്മീരി ചില്ലി പൗഡർ വാങ്ങിച്ച് വെച്ചു. ഉണ്ട്. ആ വെള്ളം ഒന്ന് വറ്റി കിട്ടും. അപ്പോൾ നമ്മുടെ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഇതാക്കിയാൽ മതി. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഞാനത് ചിക്കൻ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റുകയാണ്. മാറ്റിയപ്പോൾ അതിലുള്ള എണ്ണയും കൂടി ഇനി വീണ് പോയി. അത് കിടക്കട്ടെ, അത് നമുക്ക് പിന്നെ ചേർക്കാം. അപ്പോൾ എന്നിട്ട് അതങ്ങ് അടച്ച് വയ്ക്കാം, അല്ലെങ്കിൽ അതിൻ്റെ മണമൊക്കെ പോവും. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ കറി വയ്ക്കാനായിട്ട് ആവശ്യത്തിനുള്ള കുറച്ച് എണ്ണ ഒഴിച്ച് ആദ്യം നമുക്ക് കടുക് ഇടാം. ഉലുവ ഇട്ടു. പച്ചമുളക് ഇട്ടു. അയ്യോ, തേങ്ങ. പിച്ചാത്തി എന്ത് ഇടി. ഇപ്പം കടുക് പൊട്ടി. ഇനി നമുക്ക് തേങ്ങ വറുത്തത്, തേങ്ങ കൊത്തിടാം. നമുക്ക് തേങ്ങ കൊത്തിടുമ്പോഴത്തേക്ക് ബീഫ് വെച്ചാലും ചിക്കൻ വെച്ചാലും ഇത്തിരി തേങ്ങാ കൊത്തും കൂടി ഇട്ടാൽ നല്ലൊരു ഫ്ലേവർ, നല്ലൊരു ടേസ്റ്റ് കിട്ടും. പൊരിച്ച കോഴിയുടെ എണ്ണയാണ്.
അതിലിട്ട് പിടിച്ചത് കൊണ്ടാണ് പാനിൽ പിടിച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി, ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കില്ല, ഞാൻ ഇങ്ങനെ ഇടയുള്ളൂ. എനിക്ക് ഇതാണ് ഇഷ്ടം. എല്ലാവരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആകും, ഞാൻ അങ്ങനെ ആക്കാറില്ല, ഞാൻ ഇങ്ങനെ ഇടയുള്ളൂ. ഇനി ചെറിയ ഉള്ളിയും തക്കാളി, സവാള എല്ലാം കുറയിച്ച് കുറച്ച് ചിക്കനല്ലേ ഉള്ളൂ, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി. ഇനി പാകത്തിനുള്ള ഉപ്പ്, കുറച്ച് ഉപ്പ് ഞാൻ ചിക്കനിൽ ചേർത്താണ് പൊരിച്ചത്. ഇനി ഇതൊന്ന് വാടിയെടുക്കട്ടെ. കുഞ്ഞുങ്ങളൊക്കെ പോയപ്പോഴത്തേക്ക് വീട് ഉറങ്ങി. ഇനി എനിക്ക് 3 മണിക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് പോകണം. നമ്മുടെ ഓർത്തോ ഡോക്ടറെ ഇതിൽ ഞാൻ പോയി കാണിച്ച കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മരുന്ന് കഴിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ വിളിച്ച് ബുക്ക് ചെയ്തിരിക്കുകയാണ്. 3 മണിക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഇനി പോകണം. ബ്ലഡ് ടെസ്റ്റ് കൊണ്ട് കാണിച്ചിട്ടുമില്ല. പിന്നെ എക്സ്റേ കാണിച്ചപ്പോൾ പൊട്ടിന് പ്രശ്നം പറഞ്ഞു. അപ്പോൾ ഇനി എല്ലിൻ്റെ ഡോക്ടറെ കാണാൻ പോകണം. നമ്മുടെ കടയ്ക്ക താലൂക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഓർത്തോ ഡോക്ടറാണ്. ഉള്ളിയൊക്കെ ഒരുവിധം വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടിയിടാം. ആദ്യം ഞാൻ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇനി സാധാ നമ്മളെ മുളക് പൊടി ശകലം, ഇനി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ശകലം കുരുമുളക് പൊടി ഞാൻ മറ്റേലിട്ടിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ആ എണ്ണയിലിട്ടൊന്ന് ഇളക്കി ആ പച്ചപ്പൊന്ന് മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ വറുത്ത് വച്ചിരിക്കുന്ന ഇറച്ചി അതിലേക്ക് ഇടാം. ചിക്കൻ
ചെറുതായിട്ട് മൂപ്പിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്കിടാം. ശകലം ഒന്ന് അടച്ചിട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഒരാവശ്യമായ ചൂടുവെള്ളം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് വേവാൻ ആവശ്യമായ ചൂടുവെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല വറുത്ത് ഉള്ള ആ ഒരു ഇറച്ചിയിലിതാകുമ്പം കണ്ടോ, ഇപ്പം തന്നെ കണ്ടോ അതിൻ്റെ ആ നിറം കണ്ടോ, അതിൽ ഒരുപാട് വ്യത്യാസം കാണും. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം. ഒരു വേവുള്ള ചിക്കൻ ആയതുകൊണ്ട്, മറ്റതാണെങ്കിൽ പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് വെള്ളം ഒഴിച്ചേ പറ്റും. നല്ല വേവുള്ള ചിക്കനാണ്. കാശ്മീരി ചില്ലി പൗഡർ ചേർത്തേക്കുന്നത് കൊണ്ടാണ് നല്ല മുളകിൻ്റെ കളർ കാണുന്നത്. അപ്പം ഇനി അത് നല്ലതുപോലെ വേകട്ടെ, നമുക്ക് അടച്ചിടാം. നമുക്ക് ബീഫ് കറി ഒന്ന് ചിക്കൻ കറി ഒന്ന് തുറന്ന് നോക്കാം ഏത് പരുവായെന്ന്. എങ്ങനെ ഒരു ചൂടുണ്ടാ പൊന്നേ. ഇതാണ് നമ്മുടെ നാടൻ ചിക്കൻ കറി. നോക്കിയാ ടേസ്റ്റ് നോക്കിയാ എന്തല്ലേ, ആദ്യമേ ഞാൻ പൊരിച്ചപ്പോൾ തന്നെ കുറച്ച് വെന്തിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കിടക്കട്ടെ, അപ്പോഴത്തേക്ക് റെഡിയാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത്ര നീര് വേണ്ടേ, നീര് അപ്പം ചിക്കൻ അവിടെ അടുപ്പിയിരിക്കുന്നു. ഇനി ഞാൻ ഒരു ചെറിയ ബിരിയാണിയുടെ ഇതാണ് ചെയ്യാൻ പോകുന്നത്.
ബിരിയാണി എന്ന് പറയാൻ ചേർക്കാനുള്ള ഐറ്റങ്ങളെല്ലാമൊന്നുമില്ല, ഉള്ളത് കൊണ്ട് ഒരു തട്ടിക്കൂട്ട് ബിരിയാണി. അപ്പോൾ നമുക്ക് മക്കളൊക്കെ പോയിട്ട് ഇത്തിരി ബാക്കിയിരുന്ന ഇതിട്ട് ഇറച്ചിയും ഒക്കെ ഇട്ടൊരു തട്ടിക്കൂട്ട് ബിരിയാണി. ഞാൻ വീട്ടിൽ വളർത്തുന്ന കോഴികളെ ഞാൻ തിന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. മാളു ആ കരിയാപ്പില ചേർത്തേ. തീ ഒന്ന് കുറച്ച് കരിയാപ്പിലാണ് മറിച്ചിടാണ്ട്. ക്യാരറ്റൊന്നുമില്ല. കണ്ടിട്ട് മഴ പെയ്യുന്നുണ്ട്. ഒത്തിരി ഉപ്പ് അതിലേക്കിടാം. ഒരു സാധാ തട്ടിക്കൂട്ട് ബിരിയാണിയാണ്. ക്യാരറ്റും ഒന്നുമില്ല, ഉള്ളതിട്ട് അങ്ങ് ശകലം ചിക്കൻ ബാക്കിയിരുന്നത് കൊണ്ട് മോന് വെച്ച് കൊടുക്കാൻ വിചാരിച്ചു. മറ്റടുത്ത ചിക്കൻ അടുപ്പിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് 2 മീൻ എടുത്ത് വെച്ചിരിക്കുന്നത് വലിയ അത് വറുക്കണം. മോളെ എസൻസ് ഇരിപ്പുണ്ടാകുന്ന നോക്കിയാണ്. തല മഞ്ഞപ്പൊടി ഇടണോ? എസൻസ് ഇരിപ്പുണ്ടോ നോക്കിയേ. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നിന്ന് മോളത് ഇവിടെ പോട്ട് ഇട്ടുകൊണ്ട് വെച്ചുകൊണ്ട് ഞാൻ ഇവിടോട്ട് നിന്നതാണ്. ഞാനല്ലാതെ ഇവിടെ നിന്ന് പാചകം ചെയ്തിട്ടില്ല. ഞാൻ അപ്പുറത്താണ്, അവിടെ തന്നെയാണ് ഇപ്പോഴും ഇറച്ചി അടുപ്പിയിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറെടുത്ത് ഇതിലേക്ക് ഇടാം.
നമ്മുടെ ബിരിയാണി തട്ടിക്കൂട്ട് ബിരിയാണി എന്ന് പറയാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്.